വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. ജില്ലയിൽ 25 സബ് സെന്ററുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി. കേരളത്തിന്റെ ആരോഗ്യരംഗത്തുണ്ടായ മികവ് ഓരോ ആരോഗ്യ പ്രവർത്തകരുടെയും പ്രവർത്തന ഫലമാണെന്നും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജാഗ്രതയോടെ വാർഡ് തലങ്ങളിൽ വരെ എത്തിക്കുന്നതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പക്ഷേ ഞാൻ അതിലൊരു കാര്യം പറയുന്നത്, ഒരു കാരണവശാൽ ഒരു ആശുപത്രി പണി പൂർത്തീകരിച്ചാൽ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഞാൻ ഔദ്യോഗികമായി കൊടുത്തിട്ടുള്ളൊരു നിർദ്ദേശമാണ്. അതുപോലെ ഒരു ആശുപത്രിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ലേ, നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി ഒരു ഹോൾ എടുത്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കത് പൊളിക്കാനായിട്ട് ഒരു താമസവും എടുക്കാതെ അത് പൊളിച്ച് നമുക്ക് മാറ്റി അവിടെ നിർമ്മാണം, ഇപ്പോൾ ഇതിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, അതായത് ഇതിൽ എന്തുകൊണ്ട് കാലതാമസം വന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ ജില്ലാ കളക്ടറോട്, കാരണം ഈ പണം ഓൾറെഡി ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു, 9,72 ലക്ഷം രൂപ. അപ്പോൾ അത് എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പുറകിലെ ബിൽഡിങ്ങിൽ 2, 3, 4 നിലകളായിരുന്നു ആദ്യം പ്ലാൻ കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നമുക്ക് ഈ ബ്ലോക്ക് പൊളിക്കുമ്പോൾ ഇവിടെ തന്നെ അത് നിർമ്മിക്കാൻ കഴിയണം എന്നുള്ളതാണല്ലോ. അത് മാത്രമല്ല, 2ാം നില വേറെ ഫണ്ടിലും നിർമ്മിച്ചിരുന്നല്ലേ, അതാണ്. അപ്പോൾ 2ാം നില വേറെ ഫണ്ടിൽ നിർമ്മിച്ചു. അപ്പോൾ 3ഉം 4ഉം ആ പ്ലാനിൽ നിന്ന് വ്യത്യാസം വന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ പണിയുന്നതിന് ഒരു തടസ്സവുമില്ല. അപ്പോൾ ഇത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, നിർമ്മാണം മുനിസിപ്പാലിറ്റിയും അതിൻ്റെ ഭരണാനുമതി ന്യൂനപക്ഷ വകുപ്പുമാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭരണാനുമതി ലഭ്യമായാൽ ഇവിടെ അത് നടപ്പിലാക്കുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഇല്ല. ഇനി അത് ജില്ലാ കളക്ടർ ശ്രീ VR വിനോദ്, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അത് പറയുകയുണ്ടായി. അദ്ദേഹം തന്നെ ഇതിന് നേരിട്ട് അതിൽ ഇടപെട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട MLA കൂടി അതിൽ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട്. അത് കൂടാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള, അതായത് 9,72 ലക്ഷം രൂപ ഇത്ര വർഷങ്ങളായിട്ട് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ടത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. ഞാൻ ബഹുമാന്യനായിട്ടുള്ള ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്ററോടും അദ്ദേഹം ഈ കാര്യം പറയാം. അതിലൊരു ഭരണാനുമതി, ഈ തുക മാറിയാൽ മാത്രമേ മറ്റ് പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. കാരണം തുക 9,72 ലക്ഷം രൂപയിൽ നിന്ന് ഉയർന്നാൽ കേന്ദ്രം അതിനനുസരിച്ച് 60% വെക്കേണ്ടി വരും, സംസ്ഥാനം 40% വെക്കും. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതി 2021-22 പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇനി നമുക്കതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയില്ല. മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയിലെ പ്രധാന വേദിയിൽ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ബീന ജോർജ് ജില്ലയിലെ 8 മണ്ഡലങ്ങളിലെ വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിൽ വരുന്ന 25 സബ് സെന്ററുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ചു. ഏറനാട് മണ്ഡലത്തിന് കീഴിലുള്ള എടവണ്ണ, ചാത്തല്ലൂർ, കാവനൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിൽ കുണ്ടത്തോട്, ഒതായി, വാക്കാലൂർ സബ് സെന്ററുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി. PK ബഷീർ MLA അധ്യക്ഷനായി. നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലം, കരുളായി, നിലമ്പൂർ, എടക്കര, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിൽ വരുന്ന ഉപ്പുവള്ളി, പൊട്ടിക്കല്ല്, മണ്ടൻമൂഴി, പയ്യമ്പള്ളി, പാലേമാട്, പാർലി, ചെമ്മന്തിട്ട, കൽക്കുളം, ഉപ്പട, മണിമൂളി സബ് സെന്ററുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി. ആര്യാടൻ ഷൌക്കത്ത് MLA അധ്യക്ഷനായി. കൊണ്ടോട്ടി മണ്ഡലത്തിലെ മുതുവല്ലൂർ, പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള മുതുവല്ലൂർ, അരൂർ, വലിയ പറമ്പ് സബ് സെന്ററുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. TV ഇബ്രാഹിം MLA അധ്യക്ഷനായി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 114.92 കോടിയുടെ വികസന പദ്ധതികൾ മന്ത്രി ബീന ജോർജ് നാടിന് സമർപ്പിച്ചു. 9 വർഷത്തിന്റെ മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കിയത് 277 കോടിയുടെ വികസനം. കഴിഞ്ഞ 9 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ 277 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ബീന ജോർജ് പറഞ്ഞു. 46 പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് മലപ്പുറം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ നടക്കാനായിട്ടുണ്ട്. 46-ൽ പെടാത്ത ഒരു ഉദ്ഘാടനം രാവിലെ നിർവഹിച്ചിട്ടാണ് ഞാനിവിടെ എത്തുന്നത്.
ഒരു സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 8:30 അതും നിർവഹിക്കുകയുണ്ടായി. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയുമാണ് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇന്ന് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഉദ്ഘാടനം ആണ് നടക്കുന്നത്. പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിപ്പ അതിജീവിതയായ ഒരു സഹോദരി ഇവിടെ വളരെ വേഗം തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ EMS സഹകരണ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് കെയർ നൽകുന്നത്. വരുന്ന സമയത്ത് EMS നല്ല കെയർ അവിടെ നൽകിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് ഓരോ ദിവസവും ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. അത് ഒരു ലോകത്തോടുള്ളൊരു സന്ദേശം കൂടിയാണ്. അതായത് ലോകത്ത് മരണനിരക്ക് 70% മുകളിലുള്ള പകർച്ചവ്യാധിയാണ് നിപ്പ. ആ നിപ്പ പകർച്ചവ്യാധിയിൽ ലോകത്താദ്യമായി മരണനിരക്ക് കുറച്ച് 50% കുറച്ച് 2023 കോഴിക്കോട് ഔട്ട്ബ്രേക്കിൽ 33%. 70% മുകളിൽ ലോകത്ത് ഒരിടത്തും 70% താഴെ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിട്ടില്ല. അവിടെ 33% കോഴിക്കോട് 2023 മരണനിരക്ക്. ഇപ്പോൾ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരി, ഒരു വീട്ടമ്മ, ഒരമ്മ അവിടെ സുഖം പ്രാപിച്ചു വരുന്നു. അതിൽ നല്ല കെയർ കൊടുക്കുന്ന ടീമിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി 2 ടീമും കൂടെ ചേർന്നാണല്ലോ. എല്ലാവിധമായിട്ടുള്ള ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ പ്രഭുദാസ് ഡോക്ടറുടെ ഒരു ദിവസം മൊബൈലിൽ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ റെസ്പോണ്ട് ചെയ്തിരുന്നു. ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഞാനിത് കാണുമെന്ന് കരുതുന്നുണ്ട് ഇതിന് ശേഷം. അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു 69-ലാണ് യശസ്വരീയനായ EMSന്റെ നേതൃത്വത്തിലുള്ള ഐക്യ മുന്നണി മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി അന്ന് മഞ്ചേരി താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തിയത്. 2010 പിന്നീട് സർക്കാർ ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തി. 2013 ഇത് ഈ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത്. 2016 മുതൽ 25 വരെ ഉള്ള ഈ കാലയളവിൽ 277 അതിൽ പരം കോടി രൂപ ഈ 9 വർഷക്കാലം നമ്മളിവിടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 2021 ഇവിടെ ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ, അതായത് 2016 മുതലുള്ള കാലയളവിൽ പ്ലാൻ ഫണ്ടിലൂടെയൊക്കെ അനുവദിച്ച ചില പദ്ധതികൾ, ഹോസ്റ്റലുകളൊക്കെ തന്നെ ഒന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സ്ലോ ആയിട്ട് വളരെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ അതുപോലെ ഏജൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ വന്നും അല്ലാതെയും തിരുവനന്തപുരത്തും നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകൾ എടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താമസിക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ജനറൽ ആശുപത്രി 2013 മെഡിക്കൽ കോളേജായി ഉയർത്തിയ ശേഷം അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ കുറവുണ്ടായിരുന്ന ഇവിടെ മികച്ച സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കി വരുന്നതെന്നും ഭാവി പദ്ധതികൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 114.92 കോടിയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജ് ആയിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജായി ഉയർത്താൻ സാധിച്ചു. 491 സർക്കാർ നഴ്സിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നത് 1250 സീറ്റിലേക്ക് ഉയർന്നു. 15 നഴ്സിംഗ് കോളേജ് പുതുതായി തുടങ്ങാൻ സാധിച്ചു. സർക്കാർ മേഖലയിൽ അനുവദിച്ച 7 നഴ്സിംഗ് കോളേജുകളിലൊന്ന് മഞ്ചേരിയിലാണ് തുടങ്ങിയത്. PG സീറ്റുകളുടെ വർധന, പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങാനായത്,
പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചതുൾപ്പെടെ നേട്ടങ്ങൾ നിരവധിയാണ്. ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടാൻ തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 103.86 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഗേൾസ് ഹോസ്റ്റൽ, ടീച്ചിംഗ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഇന്റേണൽ റോഡ്, 1.10 കോടി ചെലവിൽ നിർമ്മിച്ച ഇന്റർവെൻഷണൽ റേഡിയോളജി ബ്ലോക്ക്, 2.35 കോടിയുടെ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറൽ റിസർച്ച് ലാബ്, 1.38 കോടിയുടെ 750 kVA ജനറേറ്റർ, 1.20 കോടി ചെലവിൽ നിർമ്മിച്ച ലേബർ റൂം ആൻഡ് കാർഡിയോളജി OP, 5 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച 128 സ്ലൈഡ് CT സ്കാൻ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തൃക്കലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള കരിക്കാട്, ചെറുകുത്ത് സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടവണ്ണ. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.